പേര് മുഹമ്മദ് അസ്ലം. ഞാൻ ഡിസൈനറാണ്. ഇപ്പോൾ MERCയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനടുത്തായിട്ടുണ്ടാവും. MERCയുടെ പല പുസ്തകങ്ങളും ചെയ്തിട്ടുണ്ട്. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറബി ആയാലൊക്കെ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിൻ്റെ കേഴ്സീവ് റൈറ്റിംഗ് ആയിരുന്നു. അതായത് പല ടീച്ചർമാരും പല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പല ടീച്ചർമാർ പല അഭിപ്രായങ്ങളാണ് പറയുക. അപ്പോൾ നമ്മളാണെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ട് ഇട്ടായിരിക്കും ഇതൊക്കെ ഈ കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്നാൽ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റണം. അങ്ങനെ ഈ ഫീഡ്ബാക്ക് വരുന്നതൊക്കെ എന്താ പറയുക, പല ബുദ്ധിമുട്ടുകളും പല ടീച്ചർമാരും ലെറ്റേഴ്സ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ കറക്റ്റ് ആക്കിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ളൊരു ഫോണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്. അങ്ങനെ അത് റഫീഖായിട്ട് സംസാരിച്ചപ്പോൾ റഫീഖ് പറഞ്ഞു പ്രശ്നമല്ല, നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താം, അങ്ങനെ ആരെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ആളായിരുന്നു ഫോൺ സ്പെല്ലിൻ്റെ പ്രണവ്. അങ്ങനെ ഞാൻ പ്രണവുമായിട്ട് ഒന്ന് സംസാരിച്ചു. ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് ഒരു 1-2 പ്രാവശ്യം കിട്ടിയപ്പോഴൊക്കെ അതിനകത്തും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പക്ക നമ്മുടേതായിട്ടുള്ളൊരു ഫോണ്ടിലേക്ക് നമുക്ക് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ടീച്ചേഴ്സൊക്കെ വളരെ ഹാപ്പിയാണ്. എല്ലാ ടീച്ചേഴ്സ്മാരും ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണിത്. നമ്മൾ ചെയ്തൊരു വർക്ക് വളരെ പെർഫെക്റ്റായി കിട്ടി എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ അതിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5-6 ബുക്കുകളും നമ്മളിത് പ്രിന്റ് ചെയ്ത് ഇറങ്ങി എല്ലാ ടീച്ചേഴ്സിനും പല സ്കൂളുകളിലും കൊടുത്തു കഴിഞ്ഞു. ആർക്കും ഒരു മോശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രോബ്ലംസ് ഏതാണ്ട് 99.9% നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് ആ കാര്യത്തിൽ. കാരണം എനിക്കും റിസ്ക് കുറഞ്ഞു. നമുക്ക് എന്താ പറയുക, അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഓരോ ഫോണ്ടും. പിന്നെ ചില ഫോൺസൊക്കെ നമുക്ക് എന്താ പറയുക, ടീച്ചേഴ്സിന് ഈ എന്താ പറയുക സ്മോൾ ലെറ്റേഴ്സൊക്കെ തുടക്കത്തിൽ വരുന്നത്, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വാലൊക്കെ ഉണ്ടാവണം എന്നുള്ള ചില ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവായിട്ടൊരു സൊല്യൂഷൻ പ്രണവ് നമുക്ക് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ആ കാര്യം നമ്മൾ സോൾവ് ചെയ്തു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു ഫോണ്ടിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിൽ എന്താ പറയുക, ഫോൺ സ്പെൽ എന്ന കമ്പനിയോട് നമ്മൾ എല്ലാവിധ കടപ്പാടും അറിയിക്കാം. വേറൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത് വിട്ടുപോയത്, നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ബുക്കുകൾ കമ്പയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കും. അതായത് റെഫറൻസിന് എന്തായാലും നമ്മൾ പല ബുക്കുകളും എടുത്തിട്ടാണ് നമ്മൾ ഡിസൈനർ എന്നുള്ള സംഭവിച്ചിടത്തോളം ചെയ്യുക. അപ്പോൾ പല ബുക്കുകളും അതങ്ങനെ നമ്മൾ റെഫർ ചെയ്തതിൽ നിന്ന് നമുക്കിപ്പോൾ ലാസ്റ്റ് ഈ ഒരു കസ്റ്റം മെയ്ഡ് ഫോണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബുക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തതിൽ നിന്നൊന്നും പലതിലും പല മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു കസ്റ്റം മെയ്ഡ് ഫോണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് അതില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കുട്ടികൾക്കായാലും ശരി, ഡിസൈൻ ചെയ്യുന്ന എനിക്കായാലും ശരി, അത് ടീച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിനായാലും ശരി, എല്ലാവർക്കും അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.